230ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശനയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ശനിയാഴ്ച എന്നൊരു ദിവസം നമ്മൾ നോക്കിയിരിക്കുകയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിലുള്ളവർക്ക് ഒത്തിരി ആത്മീയമായിട്ടുള്ള അറിവുകളും ജനകീയമായിട്ടുള്ള ഒത്തിരി അറിവുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് സ്നേഹസംഗമം പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കുമാരി ബിന്ദു മാള പ്രാർത്ഥനാ ഗാനത്തിനായിട്ട് സ്നേഹം ക്ഷണിക്കുന്നു. ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ, അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി മനസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. താങ്ക് യു. വളരെ നന്നായി ആത്മാവിനെ നിറയുവാനായിട്ടുള്ള പരിപാടി നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദി, വളരെ നന്നായി. അടുത്തതായിട്ട് സ്വാഗതം ശ്രീമതി അശ്വതി സോമൻ. അശ്വതി കേൾക്കാവോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നാണ് എന്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻഡ് ഫാദർ ജോയൽ ചെറുവത്തൂർ അച്ഛനെയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ഏവരുടെയും ദർശന കുടുംബത്തിന്റെയും നാഥനായ സോളമൻ അച്ഛനെയാണ്. അച്ഛനെയും ദർശനയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആശംസ അറിയിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ബീന മുല്ലശ്ശേരിയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ജോസ് ചേട്ടനെയാണ്. ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ഗാനം ആലപിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ബിന്ദു ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ചിട്ടയോടെ അവതരിപ്പിച്ചുകൊണ്ട് പോകുന്ന ശ്രീ ജോയ് ചേട്ടന് ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുന്ന കുമാരി ട്രീസ ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അശ്വതി, വളരെ നന്നായി സ്വാഗതം ചെയ്തു എല്ലാവർക്കും. അടുത്തതായിട്ട് ഇനി റിപ്പോർട്ട് വായനയാണ്. റിപ്പോർട്ട് വായിക്കാനായിട്ട് നമ്മുടെ ശ്രീ ജോസേട്ടൻ വർത്തി ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. കേൾക്കാലോ? കേൾക്കാം. അടുത്ത ആഴ്ച സ്നേഹസംഗമം ഗൂഗിൾ മീറ്റ് നടത്തേണ്ടത് അവർ ലേഡി ഓഫ് സൊറോസ് ഫസ്റ്റ് ഗ്രൂപ്പാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മറ്റുള്ളവരൊക്കെ വന്നവരുണ്ടെങ്കിൽ പറയണം, കേൾക്കണം.
ഡിസംബർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട സോളമൻ അച്ഛൻ നമ്മുടെ കണ്ണിലുണ്ണി ഹൈദരാബാദിലാണ്. അവിടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കണം. പോയ കാര്യം, ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സ്നേഹസ്മരണത്തോടെയുള്ള പ്രാർത്ഥന ആവശ്യമാണ്. തിരിച്ചു വരുന്ന ദിവസം പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് വിജയശ്രീലാളിതരായി തിരിച്ചു വരാൻ ഒരുപാട് മെഡലുകൾ, വിജയചനകൾക്കുള്ള മെഡൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 2018 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ, മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതിയുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതിയുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതിയുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതിയുടെ ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറിൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു, ധൈര്യം സംഭരിക്കുന്നു പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ഒരു ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കുന്ന കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വതന്ത്രത്തിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മതനേതാക്കളുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയരെ, 8/11/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറഞ്ഞു CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 229ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന തിരുഹൃദയ ഗ്രൂപ്പ്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥന കുമാരി മേരി വടൂക്കര. സ്വാഗതം ശ്രീ ജെയ്സൺ കൊരട്ടി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയ റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. 229ാമത് സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നവർക്കും വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതവും ആശംസയും. ധ്യാനം വളരെ നന്നായി എന്നറിഞ്ഞിരുന്നതിൽ വളരെ സന്തോഷം. സ്വിമ്മിങ്ങിൽ നിന്ന് 13 പേര് ഹൈദരാബാദിൽ പോകുന്നു.
എല്ലാവരും പ്രാർത്ഥിക്കണം. 22-ന് ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റ് നടക്കുന്നു. പരമാവധി പേര് പങ്കെടുക്കുക. ഡിസംബർ 10, 11, 12 സ്റ്റേറ്റ് മത്സരം നടക്കുന്നു. അടുത്ത വർഷം കലണ്ടർ ഇറക്കണം. അതിനെല്ലാവരും സഹായിക്കുക. പരസ്പരം കൈകോർക്കാം. നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് തൃശൂർ അതിരൂപത നെല്ലങ്കര പള്ളി വികാരി റവറൻ ഫാദർ വർഗീസ് മെലീറ്റ് പാലത്തിങ്കലച്ചനായിരുന്നു. സോളമനച്ച മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു മീറ്റിംഗിൽ കയറുന്നത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അച്ഛനെയും പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അഭിനന്ദിക്കുന്നു. എന്റെ ആദ്യ അനുഭവമാണിത്. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. യേശു കൂടുതൽ പരിഗണിച്ചത് ഭിന്നശേഷിക്കാരെയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കുറവിലേക്ക് നോക്കാതെ മുന്നിലേക്ക് നോക്കി പോകുക. എന്നെ ക്ഷണിച്ച് നന്ദി പറഞ്ഞതിനൊപ്പം ദൈവാനുഗ്രഹം നടന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി വന്നത് റിട്ടയർ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി സിനി ടീച്ചർ കൊട്ടേക്കാട് മാഡമായിരുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. അച്ഛൻ വിളിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും സഹനമുണ്ട്. നാം ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവം കൈവിടില്ല. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവർക്കും ആശംസകൾ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് തിരുഹൃദയ ഗ്രൂപ്പ് അംഗം കുമാരി ട്രീസ മുള്ളൂർക്കരയാണ്. സോളമൻ അച്ഛനും വിശിഷ്ടാതിഥികൾക്കും പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കും നമസ്കാരം. ഞാൻ ട്രീസ, സ്ഥലം മുള്ളൂർക്കര. ഞാൻ 17 വയസ്സിലാണ് ഇങ്ങനെ ആയത്. ദർശനയിൽ വന്നതിന് ശേഷമാണ് ജീവൻ കിട്ടിയതുപോലെ. ദർശനയിൽ എന്നും ഓർമ്മിക്കാൻ അച്ഛൻ എന്റെ കാൽകളിൽ ശുശ്രൂഷ നടത്തി എന്നുള്ളതാണ് ഒരിക്കലും മറക്കില്ല. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി പറഞ്ഞത് ശ്രീമതി ജെയ്സി ജെയ്സൺ. യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? അച്ഛനില്ലല്ലോ. അച്ഛനില്ല. നമ്മുടെ അച്ഛനെ ബാംഗ്ലൂർ ഇവിടെയാണ് മത്സരത്തിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പാസ്സാക്കാം. ഓക്കെ. ഇത് വളരെ നന്നായി ഫോട്ടോ അവതരിപ്പിച്ച ജോസേട്ടന് വിളിക്കല്ലേ? അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ സ്നേഹസംഘം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് റവറൻ ഫാദർ ജോയൽ ചെറുവത്തൂർ. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കും. ഓക്കെ, താങ്ക് യു. ഈശോയിൽ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ജോയൽ ചെറുവത്തൂർ എന്നാണ്. ജോയൽ അച്ഛൻ. ഞാനിപ്പോൾ ഇവിടെ ചാലക്കുടി അടുത്തുള്ള കോട്ടാറ്റ് എന്ന് പറയുന്ന പള്ളിയിൽ വികാരിയച്ഛനാണ്. കോട്ടാറ്റ് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ വികാരിയച്ഛനാണ്. ഒപ്പം തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഇവിടെ കുമ്പസാരത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സ്പിരിച്വൽ ഡയറക്ടറച്ഛനും കൂടെയാണ്. ആദ്യമേ തന്നെ ഞാനിതൊരു മീറ്റിങ്ങിന്റെ രീതിയിലൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വരാൻ പറ്റിയതിൽ. കുറെ നാളുകളായി പലരും വിളിക്കുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരണം. പല സമയത്തും പല അസൗകര്യങ്ങൾ കൊണ്ട് മാറ്റിവെച്ചതായിരുന്നു. ഈ ശനിയാഴ്ച ഉച്ച സമയമായതുകൊണ്ട് അല്പം ഒരു തിരക്കുള്ള സമയങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും പങ്കെടുക്കാം. പലരും മാറി മാറി പല പ്രാവശ്യങ്ങൾ വിളിച്ചിരുന്നു. എനിക്ക് ഈ ഒരു ദർശന സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് മാളയിലുണ്ടായിരുന്ന ഒരു ഡോളി ചേച്ചിയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയതാണ്. അപ്പോ ആ സഹോദരി ഈ ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അതെ, അംഗമായിരുന്നു. അവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഒരുമിച്ച് നിങ്ങളൊരു വണ്ടിയില് എല്ലാ വീടുകളിൽ കൂടെ വണ്ടി ചെന്ന് എല്ലാവരെയും കളക്ട് ചെയ്ത ഒരു സ്ഥലത്ത് കൂടി ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലൊക്കെ കൂടി അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് കേട്ടിരുന്നു. അതിനെ കുറിച്ച് വാദോരാതെ ഡോളി ചേച്ചി പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ ഈ ഗ്രൂപ്പിലുള്ള റോസ്ലി ചേച്ചി, മാളയിലുള്ളത്, അവരെയൊക്കെ പരിചയമുണ്ട്. അപ്പൊ തന്നെ സോളമനച്ഛൻ ഒരു സുഹൃത്താണ്. ഞാൻ എന്റെയും ജീവിതത്തില് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു അപകടം നടന്നു. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. 2020 ജനുവരി 7-ാം തീയതി ഞാൻ തിരിച്ച് എൻ്റെ ഹൗസിലേക്ക് പോകുന്ന സമയത്ത്, പട്ടം കെട്ടി 3 വർഷം കഴിഞ്ഞ സമയമാണ്. അവിടെ പോകുന്ന സമയത്ത് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഇരിങ്ങാലക്കുട ഒരു വതിലച്ഛനാണ്. ഇരിങ്ങാലക്കുട അടുത്ത് വെച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് വിചാരിക്കുന്നു. ബൈക്ക് റോങ് സൈഡിലേക്ക് പോയി ഒരു പോസ്റ്റ് പോയി ഇടിക്കുകയും അങ്ങനെ വലത്തെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. വലത്തെ കൈ, ആ കൈയിലേക്കുള്ള ഞരമ്പുകള് അങ്ങനെ കട്ടായി പോയിരുന്നു. അപ്പൊ അതിങ്ങനെ കുറച്ചുനാൾ കഴിയുമ്പോൾ ശരിയാകുമെന്ന ചിന്തയിലായിരുന്നെങ്കിലും പിന്നീട് മാസങ്ങളൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് മനസ്സിലായത് എളുപ്പത്തിൽ ശരിയാകുന്ന ഒരു കാര്യമല്ല.
എങ്കിലും ഒത്തിരി പേരുടെ പ്രാർത്ഥനയും ഒത്തിരി പേരുടെ സഹകരണവും സഹായം എല്ലാം കൂടെ ആയിട്ട് കുറെയൊക്കെ ബെറ്ററായി. എങ്കിലും ഇപ്പോഴും എനിക്ക് വലത്തേക്ക് മുഴുവനായിട്ട് പൊക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ തീർച്ചയായും ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുന്നവര് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അച്ഛാ എങ്ങനെയാണ്, എവിടെയാണ് ട്രീറ്റ്മെന്റ് എടുത്തത്, എന്താണ് പലരും വിളിക്കാറും കാണാറൊക്കെ ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ രോഗികളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അത് വ്യത്യസ്തമായൊരു അനുഭവമാണ് തീർച്ചയായിട്ടും. ഏതായാലും ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ പതുക്കെ പഠിച്ചൊക്കെ വരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു. അപ്പോ എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും നന്ദി പറയാറില്ല. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ആ കൈകൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇത്രയും സുഖമായിട്ട് ചെയ്തപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ഓർക്കാറുണ്ട്. അത് സുഖമായിട്ട് അപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിക്കുക, ഭക്ഷണം വാരി കഴിക്കുക, കുളിക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക, ഇതൊക്കെ ചെയ്തപ്പോഴൊന്നും അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ എന്നൊരു ചിന്തയായിരുന്നെങ്കിലും അങ്ങനെ ഒരു അപകടം വന്നപ്പോഴാണ് അതിനൊന്നും ഓർത്ത് നേരത്തെ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരു ചിന്ത വന്നു. അപ്പൊ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നിങ്ങൾ തീർച്ചയായും ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞ് ജീവിക്കുന്നവരാണ്. കർത്താവ് നൽകിയ കഴിവുകൾ, എന്റെ സാധ്യതകൾ കണ്ടുപിടിച്ച് അത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അത്ഭുതകരമായിട്ടാണ്. അതുകൊണ്ടാണ് ഡിഫറെന്റ്ലി ഏബിൾ. പഴയ വാക്കുകൾ നമ്മൾ പറയുന്നു. പക്ഷെ ദൈവം നിന്നിലൂടെ നൽകിയിട്ടുള്ള കഴിവുകൾ എന്താണ്, ആർക്കൊക്കെയാണ് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ എന്നിലൂടെ എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ, അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ. അതുകൊണ്ട് ദർശന സൊസൈറ്റിയുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരാഴ്ചയിലും ഒരച്ഛന്മാര് ഉദ്ഘാടനത്തിന് വരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വലിയൊരു ടീം ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ എന്നും നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും ആഴവും കണ്ടെത്താൻ ഒരു പ്രോത്സാഹനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ സോളമനച്ചനോടുള്ള സ്നേഹമൊക്കെ മനസ്സിലുണ്ട്. ഒപ്പം തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചവർക്കൊക്കെ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഈ ഒരു ഇന്നത്തെ മീറ്റിംഗ്, ദർശന സൊസൈറ്റിയുടെ ഇന്നത്തെ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈശോയുടെ നാമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അച്ഛൻ അതുപോലെ ഞാൻ ഒരേ അവസ്ഥയിലുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അച്ഛനും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. അതുപോലെ നൽകിയ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോയിട്ടുള്ള കാര്യം അച്ഛനോട് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയാണ് ഓരോ കഴിവുകളും ഓരോ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് ഈശോയുടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായി, മറ്റുള്ളവർക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു അത് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അച്ഛൻ ഒത്തിരി നന്ദി. അച്ഛന് ഒത്തിരി തിരക്കുകൾ കാര്യങ്ങളും പള്ളിയുടെ തിരക്കുകളുണ്ട്, പിന്നെ ഹോസ്പിറ്റലിലെ കുമ്പസാരം കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ ഒത്തിരി നന്ദി. അടുത്തതായിട്ട് നമുക്കിന്ന് മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ ശിശിര. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ഇന്ന് നമ്മുടെ ഇന്നലെ ഡയബറ്റീസ് ഡേ ആയിരുന്നു, നവംബർ 14. അപ്പൊ ഡയബറ്റീസ് ഡേ ആയതുകൊണ്ട് അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഡയബറ്റീസ് എന്നാൽ എന്താണ് എല്ലാവർക്കും അറിയോ? ഡയബറ്റീസ് എന്താണ്? ഇതിൽ ആർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ട്? എനിക്കുണ്ട്. എനിക്കൊരു 300 കോടതിയായി അരക്ക് കീഴോട്ട് തളർന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഡയബറ്റീസ് എന്താണ്, ഡയബറ്റീസിനെ പറ്റി നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീർഘനാളായിട്ട് നമ്മുടെ ബ്ലഡില് കൂടി നിൽക്കുന്ന പഞ്ചസാരയുടെ അളവിനെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ഡയബറ്റീസ് 3 തരമാണ് മെയിൻ നമ്മുടെ കൂടുതലായിട്ട് ആളുകളിൽ കാണുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ
കൂടുതലായിട്ട് കാണുന്നത് കുഞ്ഞുങ്ങളിലൊക്കെയാണ്. ജനിതക വ്യതിയാനങ്ങൾ കാരണം പാൻക്രിയാസ് ഗ്രന്ഥിക്ക്, നമ്മുടെ ഒരു ശരീരത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഉണ്ടാക്കാതെ വരികയും അതുമൂലം പഞ്ചസാരയുടെ അളവ് കൂടുതൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളിലാണ് അധികം തന്നെ കണ്ടുവരുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കുറച്ചുകൂടി പ്രായമായ ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് ഇൻസുലിൻ എന്ന ഒരു ഹോർമോൺ ആണ് നമ്മൾക്ക് ഈ പഞ്ചസാരയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഇൻസുലിൻ എന്ന ഹോർമോൺ മറ്റ് കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുണ്ട്, അതിനോട് കൂടി പ്രവർത്തിക്കാതെ വരികയും അതുമൂലം പഞ്ചസാരയുടെ അളവും കൂടുതലായിട്ട് നിൽക്കുന്ന ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. പിന്നെ വരുന്നതാണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്. അത് നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിൽ 20 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി വരുന്ന കൂടുതലായിട്ട് ഇതുപോലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്ന അവസ്ഥയെന്ന് പറയുന്ന പേരാണ് ടൈപ്പ് 2 ജസ്റ്റേഷൻ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്. പിന്നെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിൽ കൂടുതലായിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്, അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവും. പിന്നെ അമിതമായിട്ട് ദാഹം, ഇടയ്ക്കിടയ്ക്ക് ദാഹം വരാറുണ്ടോ എല്ലാവർക്കും? അങ്ങനെ ആളുകളിൽ കൂടുതലായിട്ടുള്ള ദാഹം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വരുന്നത്, പിന്നെ അങ്ങനെ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ കുറെ സമയം എടുക്കുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആളുകൾ നമ്മുടെ വൈദ്യസഹായം തേടണം. നമ്മൾ വൈദ്യസഹായം തേടുമ്പോൾ ഡോക്ടർ അവരോട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പറയും. അതെന്തൊക്കെയാന്ന് വിചാരിച്ചാൽ, നമ്മൾ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ്, അതായത് രാത്രി ഒരു 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതെ രാവിലെ ഭക്ഷണത്തിന് മുന്നേ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ എത്ര പഞ്ചസാരയുടെ അളവ് ഉണ്ട് എന്ന് നോക്കുന്നതിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നാണ് പറയുന്നത്. അത് 125 കൂടുതലാണെങ്കിൽ ഷുഗർ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും ബ്ലഡ് ഷുഗർ നോക്കും. അതിന് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്നാണ് പറയുന്നത്. അത് 200 കൂടുതലാണെങ്കിലും നമ്മൾ ഷുഗർ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ നമുക്ക് റാൻഡം ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ബ്ലഡിലെ ഷുഗറിന്റെ അളവ് ടെസ്റ്റ് ചെയ്യുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയും. അങ്ങനെയുള്ളതിന് റാൻഡം ബ്ലഡ് ഷുഗർ അതും 200 കൂടുതലാണെങ്കിൽ ബ്ലഡ് ഷുഗർ ഉണ്ട് എന്നാണ് അർത്ഥം. പിന്നെ അതൊന്നും കൂടാതെ നമ്മുടെ ശരീരത്തിൽ 3 മാസമായിട്ട് എത്ര പഞ്ചസാരയുടെ അളവ്, അതിന്റെ ഒരു ആവറേജ് കാണുന്ന ഒരു ടെസ്റ്റാണ് HbA1c. അത് കുറച്ചും കൂടി വിലയേറിയ ഒരു ടെസ്റ്റാണ്. അത് 6.5 കൂടുതലാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് പറയും. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അത് ആന്റി ഡയബറ്റിക് ഡ്രഗ്സ്, ഇപ്പോൾ രാവിലെ ഒരു നേരം കഴിക്കാൻ, ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കൂടാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് വേറെ ഒന്ന് ചെയ്യാനുള്ളത്. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി കുറേ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കുറച്ചായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കഴിക്കുക. ഇപ്പോൾ ഒരു 5 തവി ചോറ് കഴിക്കുന്ന ആൾക്കാർ 2 തവി ചോറ് ആദ്യം കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ബ്ലഡിൽ ഈ പഞ്ചസാരയുടെ അളവ് ഒരേപോലെ നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. കൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചിട്ട് പ്രോട്ടീൻ, മീന്, ചിക്കൻ എന്നിത് കൂടാതെ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വിശപ്പ് മാറുന്നത് വരെ കഴിക്കാം. പക്ഷെ ധാന്യം കഴിക്കുമ്പോഴാണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് വരികയും ഈ ധാന്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന എനർജി കിട്ടും. അപ്പോ ധാന്യത്തിന്റെ അളവ് കുറച്ചിട്ട് ബാക്കി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കാം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ 30 മിനിറ്റ്സ് എക്സസൈസ് ആണ് നമ്മൾ ഒരു ദിവസം ഇങ്ങനെയുള്ള ആളുകളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു 30 മിനിറ്റ്സ് ഒന്നും വ്യായാമം ചെയ്യാത്ത ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു 5-10 മിനിറ്റ് എക്സസൈസ് ആദ്യം ചെയ്യുക. പിന്നെ ഗ്രാജുവലി അത് കൂട്ടി ഒരു 30 മിനിറ്റ്സ് വരെ എക്സസൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ പറയുന്നത്. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഡയബറ്റീസ് കുറയാൻ ഭയങ്കര സാധ്യത കുറവാണ്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി വ്യായാമങ്ങൾ ചെയ്യാം, യോഗകൾ ചെയ്യാം, പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നെ ഈ സെഡൻഡറി ആയിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കുറെ ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ അവരും ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. കുറച്ചുകൂടി ഹെൽത്തി ലൈഫ് സ്റ്റൈല് വരുന്നതിലൂടെ നമുക്ക് ഡയബറ്റീസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ കുറെ കാലങ്ങളായിട്ട് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ, അതായത് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്, കൂടുതൽ പേർക്കും ഹൃദയാഘാതങ്ങളാണ് കൂടുതലായിട്ട് വരിക. അത് പക്ഷേ
സാധാരണയുള്ള ആളുകളിൽ ഹൃദയാഘാതത്തിനൊരു വേദന അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ വേദന അങ്ങനെയൊന്നും അനുഭവം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിയർക്കുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ വിയർക്കുക, നെഞ്ഞിടിപ്പ് കൂടുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പോൾ ഹൃദയാഘാതത്തിന്റെയും ചില തരിപ്പ് മാത്രം അങ്ങനെയൊക്കെ ആകും കാണിക്കാം. ഇതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് കൂടുതലായിട്ട് കാണുന്നത് ഈ നമ്മുടെ കിഡ്നിയിലേക്കുള്ള രക്തോട്ടത്തിന്റെ കുറവ് കാരണം കിഡ്നിക്ക് ഡാമേജുകൾ വരുന്നത്. അത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്നാണ് അതിന് നമ്മൾ സയന്റിഫിക്കലി വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചിലപ്പോൾ അവർക്ക് ഡയാലിസിസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. പിന്നെ വരുന്നതാണ് നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ ഉള്ള അനക്കങ്ങളുടെ ഒക്കെ അറിവില്ലായിരിക്കും. നമുക്ക് മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വേദനയൊന്നും അറിയാതെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ദീർഘകാലമായിട്ട് ഡയബറ്റീസ് ഉള്ള ആളുകൾ കിടക്കുന്നതിന് മുന്നേ കാലും കൈയും നല്ല വൃത്തിക്ക് കഴുകിയിട്ട് മുറിവുകൾ ഉണ്ടോ എന്ന് ടോർച്ചടിച്ച് തന്നെ നോക്കി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഉറങ്ങുക. ദീർഘകാലമായിട്ട് ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾ അപ്പൊ അവർക്ക് ആക്ച്വലി മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുറിവുകളൊക്കെ വന്നാൽ തന്നെ അത് ഉണങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ വരുന്നതാണ് ഡയബറ്റിക് ഈ മുറിവുകളൊക്കെ അറിയാതെ വരുന്ന ഇതിനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. പിന്നെ കാലക്രമേണയായിട്ട് കാഴ്ച മങ്ങുന്നത് അതിന് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് പറയുന്നത്. നമ്മുടെ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിന്റെ കുഴലുകളിലൊക്കെ അടിഞ്ഞുകൂടുകയും അത് മൂലം നമ്മുടെ കണ്ണുകളിലേക്ക് പോകുന്ന ആ ഭാഗത്തിലേക്കൊക്കെ അടിഞ്ഞുകൂടിയിട്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. അത് നമ്മുടെ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കുകയും അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റും, ഒരു പരിധിവരെ തടയാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ മരുന്ന് അവർ തരുന്ന മരുന്ന് അതേപോലെ കഴിക്കുകയും പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഈ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബ്ലഡിലെ ഏറ്റക്കുറച്ചിലുകൾ പഞ്ചസാരയുടെ അളവിന്റെ ഏറ്റക്കുറച്ചിലുകളും നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കഴിച്ച് മാറ്റുന്നതായിരിക്കും. പ്ലാറ്റു ഫേസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർമാരെല്ലാവരും അതിനനുസരിച്ച് മരുന്നൊക്കെ തരുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മൾ ഡയബറ്റീസിന്റെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? കുറച്ചൊക്കെ അറിവുകളും കാര്യങ്ങളൊക്കെ തന്നതിന് താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ആശംസ പറയാനായിട്ട് കുമാരി ലീന മുല്ലശ്ശേരി. ലീന. എന്റെ പേര് ബീന, വീട് മുല്ലശ്ശേരിയിലാണ്. ഞങ്ങൾ അപ്പനും അമ്മയ്ക്കും 8 മക്കളാണ്. ഏറ്റവും താഴെയുള്ള മോളാണ് ഞാൻ. അപ്പനും അമ്മയും മരിച്ചു, ഒരു ചേട്ടനും ചേച്ചിയും മരിച്ചു. പിന്നെ ഞങ്ങൾ 6 മക്കളുണ്ട്. ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ചോട്ട് അവർ വീടുകളിൽ കഴിയുന്നു. ഞാൻ എൻ്റെ ചേട്ടന്മാരുടെ വീടുകളിൽ. എനിക്ക് പോളിയോ വന്നതാണ്. 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ തളർന്നതാ. കിടപ്പ് രോഗിയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാത്തിനും ഒരാളുടെ സഹായം എനിക്ക് വേണം. അപ്പൊ അതൊക്കെ എനിക്ക് വിഷമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ അത് അഡ്ജസ്റ്റ് ആയി. അങ്ങനെ ദർശനയിൽ വന്നപ്പോ എനിക്ക് കുറെ കൂട്ടുകാരിയൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും വിശേഷം പറയുകയൊക്കെ ചെയ്യും. പിന്നെ സോൾമൻസാണെങ്കിൽ എല്ലാ കാര്യം സപ്പോർട്ടാണ്. അച്ഛൻ വീട്ടിൽ വരികയും വിശേഷങ്ങൾ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. 2 പ്രാവശ്യം അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാലുകൾക്ക് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേക്കൊക്കെ അച്ഛൻ വരാറുണ്ട്. പിന്നെ ദർശനയിൽ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലിടാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പാടാനുള്ള ഒരു കഴിവുണ്ട്. അത് ദർശനയിൽ വന്നിട്ട് പിന്നെ ദർശന യൂട്യൂബ് ചാനലിൽ വരാറുണ്ട്. ഒരു 3-5 പാട്ടൊക്കെ എൻ്റെ വന്നിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ എന്നെ നോക്കാനായിട്ട് വീട്ടിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എപ്പോഴും എൻ്റെ കാര്യത്തിനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ കഴിയുന്നു. ഞാനൊരു 4 വരി പാട്ട് ഇപ്പോൾ പാടാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ,
ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്ത്. ഇന്നോളം ദൈവമെന്നെ കാത്തോട്ടു പോകുകേ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയെ തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്ത്. താങ്ക് യു. ബീന ഒത്തിരി നന്നായി പറഞ്ഞു. ബീനയുടെ കാര്യം പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ബീനാനെ. എന്താ പറയാ, 54 വർഷമായി. 1 വയസ്സുള്ളപ്പോൾ പോളിയോ വന്നു. 55 വയസ്സാണ് ബീനയ്ക്ക്. 54 വയസ്സായിട്ട് ബീന, പലർക്കും പോളിയോ വന്നിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നടക്കാൻ പറ്റും, ചിലർക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. പക്ഷെ ബീനയ്ക്ക് അതിനൊന്നും സാധിക്കാത്ത തീർത്തും കെടുപ്പിലായ ഒരു അവസ്ഥയാണ് ബീന. ഒത്തിരി സഹനങ്ങൾ കൂടെ കടന്നു പോകുന്ന മോള്, ഈശോയുടെ മോള്, ഒത്തിരി ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളൊരു മോളാണ്. പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന മോള്. ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ മോളെ, ഓക്കെ കേട്ടോ. ചേട്ടാ, താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് നന്ദി പറയാനായിട്ട് ഉള്ളതാണ്. നന്ദിയാണ് കുമാരി ട്രീസ മുള്ളൂക്കര. കേൾക്കാല്ലേ? ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന 230ാമത്തെ സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി എനിക്ക് നന്ദി പറയുവാനുള്ളത് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെയാണ്. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. എനിക്ക് അടുത്തത് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കാൻ വന്ന റവർ ഫാദർ ജോയൽ ചെറുവത്തൂർ അച്ഛനെയാണ്. അച്ഛൻ വളരെ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി അച്ഛന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞ് അച്ഛന്റെ ഓരോ വിഷമങ്ങളും പങ്കുവെച്ച അച്ഛനെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എനിക്കിപ്പോ നന്ദി പറയുവാനുള്ളത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡോക്ടർ ശിശിര വി മാഡത്തിനെയാണ്. മാഡം നമുക്ക് വേണ്ടി ഡയബറ്റീസിന്റെ ക്ലാസ് പറഞ്ഞു തന്നതും എല്ലാ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിനും മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് ആശംസ പറയാൻ എത്തിയ തിരുഹൃദയ ഗ്രൂപ്പിലെ ബീന മുല്ലശ്ശേരിക്കാണ്. ബീനയ്ക്ക് എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. എനിക്ക് നന്ദി പറയുവാൻ ഉള്ളത് ദർശന ക്ലബിന്റെ പ്രസിഡന്റായ സാജു ജോണിനും കോർഡിനേറ്ററായ പിയൂസ് കോട്ടപ്പുറത്തിനും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് പ്രാർത്ഥനാഗാനം ആലപിച്ച ബിന്ദു മാളയ്ക്കും സ്വാഗതം പറഞ്ഞ ശ്രീമതി അശ്വതി സോമനും റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസേട്ടനും ഏറ്റവും മനോഹരമായി അവതരണം ചെയ്ത ജോയി ചേട്ടനും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് 230ാം സ്നേഹ സംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്ന ദർശന അതിലെ എല്ലാ അംഗങ്ങൾക്കും, എല്ലാ ലീഡേഴ്സിനും, എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഈ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുള്ളവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ട്രീസ മുള്ളൂർക്കര. താങ്ക് യു ട്രീസ, വളരെ ഭംഗിയായി നന്ദി പറഞ്ഞു. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ സ്നേഹ സംഗമം നമ്മൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.